അങ്ങനെയൊന്നും പിന്നെ മാധ്യമങ്ങളിൽ ഇറക്കിവിടേണ്ട കാര്യമൊന്നുമില്ല. മാധ്യമങ്ങളൊക്കെയാണല്ലോ ഈ വിഷയങ്ങളെല്ലാം ശ്രദ്ധയിൽ കൊണ്ടുവരുന്നത്. ഇപ്പം മന്ത്രിയുടെ ശ്രദ്ധയിൽ തന്നെ 14,000-ഓളം വരുന്ന സ്കൂളുകളുടെ കാര്യം ഉദ്യോഗസ്ഥന്മാർ തരുന്ന റിപ്പോർട്ട് മാത്രം വിശ്വസിച്ചുകൊണ്ട് കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി പറ്റില്ലല്ലോ. 14,000 സ്കൂളിൽ മന്ത്രിക്ക് പോകാൻ വേണ്ടി പറ്റില്ലല്ലോ. അപ്പോൾ മാധ്യമങ്ങളാണ് ജനാധിപത്യ പ്രക്രിയയിൽ അവർ ഈ കാര്യങ്ങളിൽ പുറത്ത് കൊണ്ടുവരുന്നത്. അപ്പോൾ അത് ഞാനത് അന്വേഷിക്കുന്നുണ്ട്. കാർത്തികപ്പള്ളിയിൽ എന്താ ഉണ്ടായിട്ടുള്ളത് സംബന്ധിച്ചിടത്തോളം അന്വേഷിക്കുന്നുണ്ട്. എന്തുകൊണ്ട് മാധ്യമങ്ങളെ അത് കയറ്റിയില്ലാന്ന് സംബന്ധിച്ചുള്ള അന്വേഷണം നടത്തുന്നുണ്ട്. അവിടുത്തെ പഞ്ചായത്തിനോട് വിശദീകരണം ചോദിക്കുന്നുണ്ട്. അവിടെ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ അവിടെ ക്ലാസ് ഉണ്ടായിരുന്നു എന്ന് സംബന്ധിച്ചിടത്തോളം അന്വേഷണം നടത്തുന്നുണ്ട്. അന്വേഷണം നടത്തി കൊല്ലത്തെടുത്ത പോലെ തന്നെ ഒരു വിട്ടുവീഴ്ചയില്ലാത്ത നിലയിലുള്ള നടപടികൾ സ്വീകരിക്കും. ആലപ്പുഴ കാർത്തികപ്പള്ളി സ്കൂൾ മാധ്യമങ്ങളെ തടഞ്ഞു വെച്ചുകൊണ്ട് അവരുടെ ലൈവ് റിപ്പോർട്ടിംഗ് തടസ്സപ്പെടുത്തുകയാണ് CPIM പ്രവർത്തകർ. അതേസമയം മന്ത്രി പറയുന്നത് ഇത് ചെയ്യാൻ പാടില്ലാത്തതാണ്. മാധ്യമ പ്രവർത്തകരെ വിശ്വാസത്തിലെടുക്കേണ്ടതുണ്ട്. 14,000-ഓളം സ്കൂളുകളിൽ സുരക്ഷാ ഓഡിറ്റ് സർക്കാർ നടത്താനിരിക്കവേ മാധ്യമങ്ങളുടെ പങ്കാളിത്തവും കൂടി അതിൽ പ്രധാനപ്പെട്ടതാണ് എന്ന് മന്ത്രി ചൂണ്ടിക്കാണിക്കുന്നു. പക്ഷേ ആ നിലയ്ക്കുള്ള ഒരു സമീപനമല്ല പ്രാദേശിക CPIM പ്രവർത്തകരുടെ ഭാഗത്തു നിന്ന് നാം കാണുകയും ചെയ്യുന്നത്. മന്ത്രി പക്ഷേ അതിന് തള്ളിക്കളയുന്ന കാഴ്ച എന്തായാലും കണ്ടു. അവിടുത്തെ പൊതുപ്രവർത്തകരൊക്കെ എടുത്താലും അവരെല്ലാവരും പ്രത്യേകിച്ച് രമേശ് ചെന്നിത്തലയെ പോലെയുള്ള മുൻ പ്രതിപക്ഷ അടക്കമുള്ള ആൾക്കാർ ഈ സംസ്കാരത്തെ തള്ളിക്കളയുകയാണ്, ഈ തടയൽ സംസ്കാരത്തെ. സാജിദ്, എന്താണ് ഈ സുരക്ഷാ ഓഡിറ്റ് അടക്കമുള്ള കാര്യങ്ങളിൽ മന്ത്രി ഇന്നിപ്പോൾ മാധ്യമങ്ങളോട് പറഞ്ഞത്? ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ മന്ത്രി മാധ്യമങ്ങളുടെ പങ്കിനെ വലിയ രീതിയിലാണ് ഇതിൽ നോക്കിക്കാണുന്നത്. ഉദ്യോഗസ്ഥരുടെ മാത്രം റിപ്പോർട്ട് വെച്ച് എല്ലാ കാര്യങ്ങളും സർക്കാരിന് വിശ്വസിക്കാൻ കഴിയില്ല. മന്ത്രിക്ക് 14,000 സ്കൂളിൽ പോകുക എന്നുള്ളത് പ്രായോഗികവുമല്ല. അതുകൊണ്ട് തന്നെ മാധ്യമങ്ങളുടെ പങ്ക് വലുതാണ്. അതുകൊണ്ട് ഈ മാധ്യമങ്ങളെ തടയുന്ന സമീപനം ശരിയല്ല എന്ന് അദ്ദേഹം വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. പിന്നീട് ഇത് തുടരുകയാണ് എന്ന് മന്ത്രിയെ വാർത്താ സമ്മേളനത്തിന് ശേഷം അറിയിച്ചതോടുകൂടി മന്ത്രി ആലപ്പുഴ DDയെ നേരിട്ട് വിളിച്ചുകൊണ്ട് അവിടെ മാധ്യമങ്ങളെ തടഞ്ഞു വെക്കുന്ന നിലപാടുണ്ട്. അത് ഒരു തരത്തിലും പാടില്ല. എത്രയും പെട്ടെന്ന് മാധ്യമങ്ങളെ അകത്തേക്ക് കയറി വിടണമെന്ന നിർദ്ദേശം കൊടുത്തു. അത് കഴിഞ്ഞ് ഇപ്പോൾ ഏതാണ്ട് ഒരു മണിക്കൂർ ആവുകയാണ്. ഇപ്പോഴും അവിടെ ആ പ്രശ്നത്തിനൊരു പരിഹാരമായിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ഈ സ്കൂളുകളുടെ സുരക്ഷാ ഓഡിറ്റ് നടത്താൻ സംസ്ഥാന സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. വിദ്യാഭ്യാസ മന്ത്രി അതിന് ഒരു പ്രത്യേക സംഘങ്ങളെ നിയോഗിക്കും എന്നാണ് പറഞ്ഞത്. ഓരോ ജില്ലയിലും 7 ഗ്രൂപ്പുകളായാണ് വിദ്യാഭ്യാസ ഓഡിറ്റ് നടത്തുക. ഇതിൽ ആദ്യം സർക്കാർ ഗവൺമെന്റ് സ്കൂളുകളുടെ ഓഡിറ്റാണ് നടക്കുക. അതിനുശേഷം എയ്ഡഡ് സ്കൂളുകളുടെ ഓഡിറ്റ് കൂടി നടക്കും. അതിൽ കെട്ടിടങ്ങളുടെ കാലപ്പഴക്കം, അതോടൊപ്പം തന്നെ ഈ വൈദ്യുത ലൈന്, ട്രാൻസ്ഫോമർ അടുത്തുണ്ടോ തുടങ്ങിയ കാര്യങ്ങളെല്ലാം തന്നെ പരിശോധിക്കും. പൂർണ്ണമായി സ്കൂളുകളുടെ സുരക്ഷ നടത്തുന്ന ഒരു ഓഡിറ്റ് സംവിധാനമായിരിക്കും ഇത്. ഈ ഓഡിറ്റ് കൃത്യമായി നടക്കുന്നുണ്ടോ എന്നറിയാൻ വിദ്യാഭ്യാസ വകുപ്പിന്റെ വിജിലൻസ് വിഭാഗം പ്രത്യേക പരിശോധനയും നടത്തും. നിഷാദ്. ശരി.